നമസ്കാരം. മോർണിംഗ് ബ്രീഫിലേക്ക് സ്വാഗതം. 3 ദിവസമായിട്ടുള്ള ബിയറിഷ് സെന്റിമെന്റ്സ് എല്ലാം മാറ്റിക്കൊണ്ട് സെപ്റ്റംബർ മാസം ആദ്യം തന്നെ നമുക്ക് നല്ലൊരു റാലിയാണ് ഇന്നലെ നിഫ്റ്റിയിൽ ലഭിച്ചത്. പ്രധാനമായിട്ടും GDP ഉണ്ടായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഇന്നലെ എക്കണോമിയിൽ ഒരു ബൂസ്റ്റ് ഉണ്ടാകുക. അതോടൊപ്പം തന്നെ ഇൻഡേഴ്സുകളെല്ലാം തന്നെ ഒരു പോസിറ്റീവ് സെന്റിമെന്റ്സ് പ്രകടമാക്കിയത്. ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടാകുമോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ അമേരിക്കൻ മാർക്കറ്റ് എല്ലാം തന്നെ ലേബർ ഡേ പ്രമാണിച്ച ഹോളിഡേ ആയിരുന്നു. യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം അവസാനിച്ചത് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് നോട്ടിൽ തന്നെയായിരുന്നു. ഡാക്സ് മാത്രമാണ് 0.5% ഗെയിൻ ഉണ്ടാക്കിയത്. ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഒരു മിക്സഡ് സെൻറ്റിമെൻറ്റ്സിലാണ് നിൽക്കുന്നത്. കാര്യമായ മുന്നേറ്റങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പ്രധാനമായിട്ടും കോസ്പിയും അതോടൊപ്പം തന്നെ ജക്കാർത്ത ഇൻഡേഴ്സുകളും മാത്രമാണ് ഒരു പോസിറ്റീവ് അഗ്രസീവ്ലി ഒരു 1% അടുത്തൊക്കെ പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് കാണിക്കുന്നത്. ബാക്കിയെല്ലാം തന്നെ ഒരു ഫ്ലാറ്റ് നോട്ടിൽ തന്നെയാണ് ഇന്ന് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി 22 പോയിൻറ്റിൻ്റെ അപ്പ് ട്രെൻഡാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെ മാർക്കറ്റിലൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരിക്കും പ്രധാനമായിട്ടും ഇന്ന് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ ട്രംപിൻ്റെ ഭാഗത്തു നിന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. US ഇമ്പോർട്ടുകൾക്ക് 0 താരിഫ് ഏർപ്പെടുത്താൻ ഇന്ത്യ സമ്മതിച്ചു എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു. അത് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. പക്ഷേ അത് വൈകി പോയി എന്ന ഒരു കമൻറ്റ് കൂടി അദ്ദേഹം ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോഴുള്ള ട്രേഡ് ഡീലുകളിൽ കൂടുതലൊരു വിവാദങ്ങൾ കൂടുതൽ ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. എന്തായാലും അതും മാർക്കറ്റ് പ്രതിഫലിക്കുന്നതാണ്. മറ്റൊരു കാര്യം, F&O ലിമിറ്റുകൾ, ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകളുടെ പൊസിഷൻ സൈസുകൾ ഉയർത്തിക്കൊണ്ട് ഇന്നലെ സെബിയുടെ ഒരു നോട്ടിഫിക്കേഷൻ രാത്രി വന്നിട്ടുണ്ടായിരുന്നു. അത് മാർക്കറ്റിലൊരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് കാണിക്കുന്നുണ്ട്. കാരണം മാർക്കറ്റ് ക്യാപ്പ്, പൊസിഷൻ ക്യാപ്പ് കുറച്ചും കൂടെ ഹയർ റേഞ്ചിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് കൂടുതൽ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് F&O ഇൻഡേഴ്സ് ഡെറിവേറ്റീവ് ട്രേഡുകളിൽ നടക്കും എന്നുള്ളൊരു സൂചനയാണ്. അത് ബ്രോക്കിംഗ് ഫേംസിനെല്ലാം തന്നെ ഒരു ഉണർവ് നൽകുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള മിക്സഡ് സെൻറ്റിമെൻറ്റ്സിലാണ് ഇന്ന് മാർക്കറ്റ് നിൽക്കുന്നത്. കാര്യമായൊരു ടെക്നിക്കൽ ബ്രേക്ക്ഔട്ട്സ് മാത്രമാണ് ഇനി നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്. ഇന്നലെ 24,600 എന്ന 600 മുകളിൽ നമുക്കൊരു ക്ലോസിംഗ് ലഭിച്ചു. പ്രധാനമായിട്ടുള്ളൊരു റെസിസ്റ്റൻസ് 24,720 റേഞ്ചുകളിലാണ്. അതിൻ്റെ മുകളിലൊരു ബ്രേക്ക്ഔട്ടാണെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് മാർക്കറ്റ് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. എല്ലാവർക്കും ഒരു നല്ല ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.